ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് തുടങ്ങിയാണ് സൈക്യാട്രിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കണമെന്ന് ചോദിച്ചാൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 5ാമത്തെ എഡിഷനാണ്. സൈക്കോമോട്ടോർ പ്രൈമറി ആയിട്ട് വരുന്ന എന്താണ്? സൈക്കോമോട്ടോർ ഡിസ്റ്റർബൻസസ് ആണ്. നമ്മൾക്ക് നടക്കാൻ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഇതെല്ലാം നമ്മൾ ICD-11 പുതിയ ഡയഗ്നോസിസുകളാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ എല്ലാവർക്കും നമസ്കാരം, എൻട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഇൻ സൈക്യാട്രിയാണ്. സൈക്യാട്രിയിലെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, രോഗങ്ങളെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കണേ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോണത്. ഓക്കെ, ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് തുടങ്ങിയാണ് സൈക്യാട്രിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ വന്നിരിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5th century BC സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്താണ്? 5th century BC ആരാണ്? ഹിപ്പോക്രേറ്റസ് എങ്ങനെയാണ് മെൻ്റൽ ഇൽനെസ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? മാനിയ ആൻഡ് ഹിസ്റ്റീരിയ ആയിട്ടാണ്. ഈ രണ്ട് പേരിലാണ് ഹിപ്പോക്രേറ്റസ് മെൻ്റൽ ഇൽനെസ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്, രണ്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, മാനിയ ആൻഡ് ഹിസ്റ്റീരിയ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരാണ് മാനിയ ആൻഡ് ഹിസ്റ്റീരിയ എന്നും മെൻ്റൽ ഇൽനെസ്സിനെ ക്ലാസിഫൈ ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഹിപ്പോക്രേറ്റസ് ആണ്. ഹിപ്പോക്രേറ്റസ് എങ്ങനെയാണ് മെൻ്റൽ ഇൽനെസ്സിനെ ക്ലാസിഫൈ ചെയ്തത് എന്ന് ചോദിച്ചാൽ മാനിയ ആൻഡ് ഹിസ്റ്റീരിയ ആണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത് നമ്മൾ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇയർ എന്ന് പറയുന്നത് 1869 ആണ്. ഫസ്റ്റ് US ക്ലാസിഫിക്കേഷൻ വന്നത് എന്നാണ് 1869. എന്തിൽ വെച്ചിട്ടാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്? അമേരിക്കൻ മെഡിക്കോ സൈക്കോളജിക്കൽ അസോസിയേഷൻ. അതാണ് ഇപ്പോഴത്തെ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനായിട്ട് മാറിയത്. അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനായിട്ട് മാറി. അപ്പോൾ 1869 ഫസ്റ്റ് US ക്ലാസിഫിക്കേഷൻ വന്നു. അന്ന് അതിൻ്റെ പേര് അമേരിക്കൻ മെഡിക്കോ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ, ആനുവൽ മീറ്റിങ്ങിൽ വെച്ചാണ് ആ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ഈ അമേരിക്കൻ മെഡിക്കോ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഇന്നറിയപ്പെടുന്നത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ എന്നാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് നിലവിലുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് ഡെവലപ്ഡ് ബൈ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഡെവലപ്ഡ് ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഏതൊക്കെയാണ്? DSM ഡയഗ്നോസ്റ്റിക് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്, DSM. അതിൻ്റെ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 5ാമത്തെ എഡിഷനാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് 5ാമത്തെ എഡിഷനാണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, ICD-യുടെ നമ്മളിപ്പം 11th എഡിഷനാണ് നമുക്കിപ്പോൾ വരുന്നത്. അപ്പം DSM-ൻ്റെ 5ഉം ICD-യുടെ 11ഉം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ICD ആണ് ക്ലാസിഫൈ ചെയ്യാനായിട്ട്. ഏറ്റവും ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ഒരു ഡയഗ്നോസ്റ്റിക് ഗൈഡ് ലൈൻസ് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതും ഒക്കെ ICD ആണ്. ഓക്കെ, കറണ്ട് എഡിഷൻസ്, ഈ രണ്ട് ക്ലാസിഫിക്കേഷനെയും കറണ്ട് എഡിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാലും ഒന്നും കൂടെ പറയാണ്. DSM-ൻ്റെ 5 ആണ് നമ്മളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എഡിഷൻ എന്ന് പറയുന്നത്. ICD-യുടെ 11 ആണ്. ICD-10 F കാറ്റഗറിയിലാണ് നമ്മൾ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് വരുന്നത്. F കാറ്റഗറിയിലാണ്. ICD-10 എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങളുടെയും ഒരു ക്ലാസിഫിക്കേഷനാണ്. അതിൽ F എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഡിസോർഡേഴ്സ് വരിക. ഇപ്പോൾ വരുന്ന ICD-11 ചാപ്റ്റർ 6 നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ബിഹേവിയറൽ ആയിട്ടുള്ള ഡിസോർഡേഴ്സൊക്കെ വരുന്നത് ചാപ്റ്റർ 6. ഓക്കെ, ഇനി ന്യൂ ഡയഗ്നോസ്റ്റിക് കാറ്റഗറീസ് ഇൻ ICD-11. ICD-10 നിന്നും ICD-11 വരുമ്പോൾ ഒരുപാട് പുതിയ കാറ്റഗറീസ്, പുതിയ ഡയഗ്നോസിസുകൾ വരുന്നുണ്ട്. ഇത് നമ്മൾക്ക് പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പുതുതായി വന്നിട്ടുള്ള ഈ ICD-11 കുറിച്ചിട്ട് നമ്മൾക്ക് ധാരണയുണ്ടോയെന്ന് അറിയാനായിട്ട് നമ്മൾക്ക് ICD-11 പുതിയ കാറ്റഗറീസ് നമുക്കൊന്ന് നോക്കാം. ഒന്ന് കാറ്ററ്റോണിയയിൽ സിൻഡ്രോം ഓഫ് പ്രൈമറിലി സൈക്കോമോട്ടോർ ഡിസ്റ്റർബൻസസ്. സൈക്കോമോട്ടോർ പ്രൈമറി ആയിട്ട് വരുന്ന എന്താണ്? സൈക്കോമോട്ടോർ ഡിസ്റ്റർബൻസസ് ആണ്. നമ്മൾക്ക് നടക്കാൻ ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ വരിക. അതിൽ സിംറ്റംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്: സ്റ്റ്യൂപ്പർ, കാറ്റലെപ്സി, വാക്സി ഫ്ലെക്സിബിലിറ്റി, മ്യൂട്ടിസം, നെഗറ്റിവിസം, പോസ്ചറിങ്, മാനറിസംസ്, സ്റ്റീരിയോടൈപ്സ്,
സൈക്കോമോട്ടോർ അജിറ്റേഷൻ, ഗ്രിമേസിങ്, ഇക്കോലാലി ആൻഡ് ഇക്കോപ്രാക്സിയ എന്ന് പറയുന്നത്. ഇത്രയുമാണ് എന്തിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. കാറ്ററ്റോണിയ എന്ന് പറയുന്ന ആ ഒരു ഡയഗ്നോസിസിൻ്റെ, അതായത് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എന്ന് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നു, അത് മാറ്റിയിട്ട് കാറ്ററ്റോണിയ എന്ന് പുതിയ ഒരു ഡയഗ്നോസിസിലോട്ട് ഇവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആണ് ഈ പറഞ്ഞ സ്റ്റൂപ്പർ, കാറ്റലെപ്സി, വാക്സി ഫ്ലെക്സിബിലിറ്റി, മ്യൂട്ടിസം, നെഗറ്റിവിസം, പോസ്ചറിങ്, മാനറിസംസ്, സ്റ്റീരിയോടൈപ്സ്, സൈക്കോമോട്ടോർ അജിറ്റേഷൻ, ഗ്രിമേസിങ്, ഇക്കോലാലി ആൻഡ് ഇക്കോപ്രാക്സിയ. ഓക്കെ, അടുത്തത് ബൈപ്പോളാർ 2 ഡിസോർഡർ. നമ്മൾ മൂഡ് ഡിസോർഡറിൻ്റെ ക്ലാസ് പറഞ്ഞപ്പോൾ ബൈപ്പോളാർ 2 ഡിസോർഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് വന്നിട്ടുള്ളൊരു പുതിയ ഡയഗ്നോസിസ് ആണ് ബൈപ്പോളാർ 2 ഡിസോർഡർ എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ബൈ ദ ഒക്കറൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 1 ഹൈപ്പോമാനിക് എപ്പിസോഡ് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഡിപ്രസീവ് എപ്പിസോഡ്. ബൈപ്പോളാർ 2 ഡിസോർഡർ. അടുത്തതാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. ബോഡി ഡിസ്മോർഫിക് ഡിസോർഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ പേഴ്സിസ്റ്റൻ്റ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് 1 or more perceived defects or flaws in appearance. എന്താണ്, ഒരു കുട്ടിക്ക് എന്താ പറയുക, എൻ്റെ ശരീരത്തിലൊരു ഡിഫക്റ്റ് ഉണ്ട്, എൻ്റെ ചുണ്ടിന് എന്തോ ഒരു ഡിഫക്റ്റ് ഉണ്ടെന്ന് നോക്കിയാൽ അത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ കാണാൻ പോലും പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ ഈ കുട്ടി എന്തിനെക്കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഡിഫക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഫ്ലോയിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ച് അതിനെക്കുറിച്ച് തന്നെ ടെൻസ്ഡായി വറീഡായി വരുന്ന അസുഖത്തിന് പറയുന്ന പേരാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്താണ്, പേഴ്സിസ്റ്റൻ്റ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് 1 or more പെർസീവ്ഡ് ഡിഫക്ട്സ് ഓർ ഫ്ലോസ് ഇൻ അപ്പിയറൻസ്. അപ്പിയറൻസിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. ഇപ്പോൾ ചെറിയൊരു ഇവിടെ ഒരു കുഴി പോലെ വന്നിട്ടുണ്ട്, അയ്യോ ആ കുഴിയുണ്ട്, ആൾക്കാർ കാണുമോ, അത് ഭയങ്കര ബുദ്ധിമുട്ടായി, അങ്ങനത്തെ ചിന്തകൾ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെയാണ് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്ന് പറയുക. ചിലപ്പോൾ അത് ആളുകൾക്ക് കാണാനേ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ കാണാനുണ്ടാവും, ചെറിയ ചുണ്ടിൻ്റെ അവിടെ ഒരു പാടോ ചുണ്ടിൻ്റെ അവിടെ ഒരു ചെറിയൊരു കുഴി പോലെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഹോർഡിങ് ഡിസോർഡറാണ്. ഹോർഡിങ് എന്നുള്ള വാക്ക് നമ്മൾക്കറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്, അക്യുമുലേഷൻ ഓഫ് പൊസഷൻസ്, കുറേ സാധനങ്ങൾ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ, എക്സസീവ് അക്യൂസിഷൻ ഓഫ് പൊസഷൻ ഓർ ഡിഫിക്കൽട്ടീസ് ഡിസ്കാർഡിങ് ദം, കുറേ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക, അത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, റിഗാർഡ്ലെസ് ഓഫ് ദെയർ ആക്ച്വൽ വാല്യൂ. ചിലപ്പം നമ്മൾ ചില ആളുകൾ കണ്ടിട്ടുണ്ടാകും ലോട്ടറി ടിക്കറ്റ് അല്ലെങ്കിൽ ബസ് ടിക്കറ്റ് അല്ലെങ്കിൽ മിഠായി കവറുകളൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുക. അപ്പോൾ അങ്ങനത്തെ അസുഖമുള്ള ആളുകളുടെ പേരാണ് ഹോർഡിങ് ഡിസോർഡർ എന്ന് പറയുക. ICD-11 പുതുതായി ചേർത്തതാണ്. അടുത്തതാണ് എക്സ്കോറിയേഷൻ ഡിസോർഡർ എന്ന് പറയുക. അപ്പോൾ എന്താണ് അതിൽ പറയണത്, റെക്കറൻറ്റ് പിക്കിംഗ് ഓഫ് വൺസ് സ്കിൻ ലീഡിങ് ടു സ്കിൻ ലീഷൻസ്. അതായത് നമ്മളെന്താണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്കിന്നിങ്ങനെ വലിച്ച് അവിടെ എന്താണ് ആ ഭാഗം നമ്മൾക്ക് അവിടെ കോട്ടം തട്ടുന്ന രീതിയിൽ വലിക്കുക. അക്കമ്പനീഡ് ബൈ അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ്സ് ടു ഡിക്രീസ് ഓർ സ്റ്റോപ്പ് ദ ബിഹേവിയർ. അങ്ങനെ നമ്മൾ സ്കിന്നിൽ വലിച്ച് നമുക്കത് നിർത്താൻ പറ്റുന്നില്ല. അത് എപ്പോഴും നമ്മൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. ആ അസുഖത്തിൻ്റെ പേരാണ് എക്സ്കോറിയേഷൻ ഡിസോർഡർ എന്ന് പറയുക. അടുത്തത് കോംപ്ലക്സ് PTSD. PTSD നമുക്കറിയാം അല്ലേ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡറാണ്. അപ്പം ഇതിൻ്റെ യൂഷ്വലി ഉള്ള സിംറ്റമിനേക്കാളും ആ സിംറ്റമിനപ്പുറം വരുന്നതാണ് കോംപ്ലക്സ് PTSD എന്ന് പറയുക. ഡെവലപ്സ് ഫോളോയിങ് ദ എക്സ്പോഷർ ടു എ ത്രെട്ടനിങ് ഓർ ഹോറിഫൈങ് ഇവൻറ്റ്. അല്ലേ, PTSD എന്ന് പറയുന്നത് അത്തരം ഒരു എന്താ പറയുക, നമ്മൾക്ക് അത്രയും ട്രൊമാറ്റിക് ആയിട്ടുള്ളൊരു ഇവൻറ്റിന് ശേഷമാണ് നമ്മൾക്ക് ഈ അസുഖം വരിക. അപ്പം എക്സ്പോഷർ ടു എ ത്രെട്ടനിങ് ഓർ ഹൊറിഫിക് ഇവൻറ്റ്. അതിനുശേഷം എന്താണ്, ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ സിവിയർ ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് ഡിസ്റ്റർബൻസസ് ഇൻ അഫക്റ്റ് റെഗുലേഷൻ. നമ്മളുടെ മൂഡ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരിക, കരഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മുടെ മൂഡിനെ അല്ലെങ്കിൽ അഫക്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായിട്ട് വരിക. സിവിയർ ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് ഡിസ്റ്റർബൻസസ് ആണ്. എ നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ്, ഞാനൊന്നിനും കൊള്ളാത്ത ആളാണ്, നമ്മളുടെ ഒരു സെൽഫ് കോൺസെപ്റ്റിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നു, അവിടെ നമ്മളെക്കുറിച്ച് തന്നെ നല്ലൊരു അഭിപ്രായം ഇല്ലാണ്ടായി മാറുന്നു. ഡിഫിക്കൽട്ടീസ് ഇൻ സസ്റ്റെയിനിങ് റിലേഷൻഷിപ്സ് ഇൻ അഡീഷൻ ടു ദി
3 കോർ ഫീച്ചേഴ്സ് ഓഫ് PTSD. അപ്പം 3 ഓൾറെഡി നമുക്ക് കോർ ഫീച്ചേഴ്സ് ഉണ്ട്, അത് അടുത്ത സ്ലൈഡിൽ വരും. അത് കൂടാണ്ട് നമ്മൾക്ക് 3 കാര്യങ്ങളും കൂടെ വരും. സിവിയർ ആൻഡ് പെർസിസ്റ്റൻറ്റ് ഡിസ്റ്റർബൻസസ് ഇൻ അഫക്റ്റ് റെഗുലേഷൻ, അഫക്റ്റ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാണ്ടാകുന്നു, നെഗറ്റീവ് സെൽഫ് കോൺസെപ്റ്റ് ഉണ്ടാകുന്നു, റിലേഷൻഷിപ്പ് സബ്സ്റ്റെയിൻ ചെയ്യാൻ പറ്റാണ്ടാകുന്നു. ഇത് 3 ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ PTSDക്ക് പറയുന്ന 3 സിംറ്റമിൻ്റെ കൂടെ ഇത് 3 കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കോംപ്ലെക്സ് PTSD എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ 3 സിംറ്റംസ്? നമ്മൾ ഈ പറയുന്ന PTSDയുടെ 3 സിംറ്റം എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? റീ എക്സ്പീരിയൻസിങ് ദി ട്രോമാറ്റിക് ഇവൻറ്റ്. നമ്മളൊരു വെള്ളപ്പൊക്കം വന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വെള്ളം കയറാനായിട്ട് ഫീൽ ചെയ്യുക, ഫാനിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ വെള്ളം കയറിയതായിട്ട് ഫീൽ ചെയ്തിട്ട് നമ്മൾ ഓടിച്ചെന്ന് നോക്കുക. അതിനൊക്കെയാണ് നമ്മൾ റീ എക്സ്പീരിയൻസിങ് ദി ട്രോമാറ്റിക് ഇവൻറ്റ് എന്ന് പറയുക. ഈ തോട്ട്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവോയ്ഡൻസ് ഓഫ് തോട്ട്സ്. ഓക്കെ, മെമ്മറീസ് ഓഫ് ദി ഇവൻ പെർസിസ്റ്റൻറ്റ് പെർസെപ്ഷൻസ് ഓഫ് ഹൈറ്റൻഡ് കറണ്ട് ത്രെട്ട്. അതിൻ്റെ മെമ്മറീസൊക്കെ ആ പെർസെപ്ഷൻസൊക്കെ നമ്മൾക്ക് പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് കോർ ഫീച്ചേഴ്സ് എന്ന് നമ്മൾ പറയണത്. അപ്പം നമ്മൾ കോംപ്ലെക്സ് PTSDനെ കുറിച്ചിട്ടാണ് പറയണത്. അതിൻ്റെ കൂട്ടത്തിൽ കോർ ഫീച്ചേഴ്സ് ഓഫ് PTSDയും പറഞ്ഞു. ഇനി പ്രൊലോങ്ഡ് ഗ്രീഫ് ഡിസോർഡർ. ഗ്രീഫ് ഉണ്ടാവില്ല എല്ലാവർക്കും. അതായത് ഇപ്പോൾ ഒരാൾ മരിച്ചു, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ മരിച്ചു കഴിഞ്ഞു, പക്ഷേ അത് എന്താണ്, അത് നമ്മൾ ഗ്രീഫാണെന്ന് പറയും. പക്ഷേ അതെങ്ങനെയാണ് പ്രൊലോങ്ഡ് ഗ്രീഫ് ആവുന്നത്? അബ്നോർമലി പെർസിസ്റ്റൻറ്റ് പെർവേസീവ് ആൻഡ് ഡിസേബിളിംഗ് റെസ്പോൺസ് ടു ബിറിയൂമെൻറ്റ്. പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള, പെർവേസീവ് ആയിട്ടുള്ള, ഡിസേബിളിംഗ് ആയിട്ടുള്ള, നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളുടെ സോഷ്യോ ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ്ങിനെയൊക്കെ ബാധിക്കുന്ന ലെവലിലോട്ട് ഗ്രീഫ് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊലോങ്ഡ് ഗ്രീഫ് ഡിസോർഡർ എന്ന് പറയുക. അടുത്തത് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡറാണ് അടുത്തത് പറയുന്നത്. അതായത് ചില ആളുകൾക്ക് ഭയങ്കര സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അവർ കുറേ ഭക്ഷണം കഴിക്കും, വാരി വലിച്ച് കഴിക്കും. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻറ്റ് ആൻഡ് റെക്കറൻറ്റ് എപ്പിസോഡ്സ് ഓഫ് ബിഞ്ച് ഈറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുക. ഇതെല്ലാം നമ്മൾ ICD-11 പുതിയ ഡയഗ്നോസിസുകളാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ഫ്രീക്വൻറ്റ് ആൻഡ് റെക്കറൻറ്റ് എപ്പിസോഡ്സ് ഓഫ് ബിഞ്ച് ഈറ്റിംഗ്. അതിൻ്റെ പേരെന്താ? ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ. നെക്സ്റ്റ് ഇസ് ബോഡി ഇൻറ്റഗ്രിറ്റി ഡിസ്ഫോറിയ. ഇതൊരു ഇങ്ങനത്തെ ഒരു അസുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ എന്നാൽ പോലും ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ഇൻറ്റൻസ് ആൻഡ് പെർസിസ്റ്റൻറ്റ് ഡിസയർ ടു ബിക്കം ഫിസിക്കലി ഡിസേബിൾഡ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് വേ വിത്ത് ഓൺസെറ്റ് ഇൻ ചൈൽഡ്ഹുഡ് ഓർ ഏർലി അഡോളസൻസ്. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞു ബോഡി ഡിസ്മോർഫിക്കിലൊക്കെ പറഞ്ഞു ചെറിയൊരു എന്തെങ്കിലും ജോയിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ തന്നെ പ്രീഒക്യുപ്പൈഡ് ആയിരിക്കുക. ഇവിടെ നമ്മൾ പറയാണ് ആ ഒരു കുട്ടിക്ക് എന്താണ് ആഗ്രഹം? ഞാൻ ഫിസിക്കലി ഡിസേബിൾഡ് ആകാനുള്ള അതിയായിട്ടുള്ള പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഡിസയറിനെയാണ് നമ്മൾ എന്ത് പറയുക? ബോഡി ഇൻറ്റഗ്രിറ്റി ഡിസ്ഫോറിയ എന്ന് നമ്മൾ പറയുന്നത്. ചൈൽഡ്ഹുഡിലോ ഏർലി അഡോളസൻസിലോ ആയിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഗെയിമിംഗ് ഡിസോർഡർ, എ പാറ്റേൺ ഓഫ് പേഴ്സിസ്റ്റൻ്റ് ഓർ റിക്കറൻറ്റ് ഗെയിമിംഗ് ബിഹേവിയറിനെയാണ്, വീഡിയോ ഗെയിമിങ്ങിനെയാണ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയും. ഇതെല്ലാം ഡെഫിനിഷൻ മാത്രമാണ്. ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഒക്കെ ICD-11 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്തത് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ. എന്താണ് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ? പേഴ്സിസ്റ്റൻ്റ് പാറ്റേൺ ഓഫ് failure to control intense repetitive sexual impulses or urges leading to repetitive sexual behavior. അപ്പം നമ്മളുടെ സെക്ഷൽ ആയിട്ടുള്ള ബിഹേവിയറിനെ, റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള സെക്ഷൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഇല്ലാണ്ടായിരിക്കും, അത് ഫെയിൽ ചെയ്യുക. അതിൻ്റെ അത് പറയുന്നതിനെയാണ് കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുക. ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ repeated brief episodes of verbal or physical aggression or destruction of property representing a failure to control aggressive impulses. ദേഷ്യം വരുമ്പോൾ നമ്മൾ സാധനങ്ങൾ എറിഞ്ഞുടക്കുക, മറ്റുള്ളവർ ഉപദ്രവിക്കുക, ചീത്ത വിളിക്കുക, അങ്ങനെ എപ്പോഴും ചെയ്യണതിനെയാണ് ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത്തരം എപ്പിസോഡ്സ് ഈ പറയുന്ന വിദ്യാർത്ഥികളിലോ അല്ലെങ്കിൽ കുട്ടികളിലോ അല്ലെങ്കിൽ അഡോളസൻസിലേക്ക് ഉണ്ടാവുന്നു. അതിനെയാണ് ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന് പറയുക. അടുത്തത് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ എ പാറ്റേൺ ഓഫ് മൂഡ് സിംറ്റംസ് ഉണ്ട്, സൊമാറ്റിക് സിംറ്റംസ് ഉണ്ട്, കോഗ്നിറ്റീവ് സിംറ്റംസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയുണ്ട്? മൂഡ് സിംറ്റംസ് ഉണ്ട്, അപ്പോൾ അവിടെ ഡിപ്രസ്ഡ് മൂഡ് ഉണ്ടാകാം. സൊമാറ്റിക് സിംറ്റംസ് ഓവർ ഈറ്റിംഗ് ഉണ്ടാകാം. കോഗ്നിറ്റീവ് സിംറ്റംസ് ഫോർഗെറ്റ്ഫുൾനെസ്, മറന്നു പോവുക ആ സമയത്ത് മാത്രം. ദറ്റ് ബിഗിൻ
സെവറൽ ഡേയ്സ് ബിഫോർ ദി ഓൺസെറ്റ് ഓഫ് മെൻസസ്. മെൻസസിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിലാണ് ഇത് ബിഗിൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് ടു ഇംപ്രൂവ് വിത്തിൻ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് മെൻസസ്. അപ്പോൾ മെൻസസിന് കുറച്ച് ദിവസം മുന്നേ സ്റ്റാർട്ട് ചെയ്യും. മെൻസസ് വന്നത് കുറച്ച് ദിവസത്തിന് ശേഷം അത് ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങും, അതായത് സിംറ്റംസ് കുറയാനായിട്ട് തുടങ്ങും. ആൻഡ് ദേ ബിക്കം മിനിമൽ ഓർ ആബ്സെൻറ്റ് വിതിൻ 1 വീക്ക്. അപ്പോൾ മെൻസസ് സ്റ്റാർട്ട് ചെയ്തു ഓൺസെറ്റ് ഓഫ് മെൻസസിന് മുന്നേ കേട്ടോ, ഓൺസെറ്റ് അതായത് മെൻസസ് വന്നതിന് ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സിംറ്റംസ് എല്ലാം മാറും. അപ്പോൾ എന്താ പറഞ്ഞത്, ക്യാരക്ടറൈസ്ഡ് ബൈ പാറ്റേൺ ഓഫ് എന്തൊക്കെ സിംറ്റം, മൂഡ് ഉണ്ട്, സൊമാറ്റിക് ഉണ്ട്, കോഗ്നിറ്റീവ് സിംറ്റംസ് ഉണ്ട്. ഈ മൂന്നും എപ്പോഴാണ് വരിക, ഓൺസെറ്റ് ഓഫ് മെൻസസിന് സെവറൽ ഡേയ്സ് ബിഫോർ. ഇത് എപ്പോഴാണ് കുറയാൻ തുടങ്ങുന്നത്, മെൻസസ് വന്നതിന് ശേഷം വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ഇത് കുറയാനായിട്ട് തുടങ്ങും. അത് 1 വീക്ക് കഴിയുമ്പോൾ, മെൻസസ് വന്ന് 1 വീക്ക് കഴിയുമ്പോഴേക്കും പൂർണ്ണമായിട്ടും മാറും. ഇതിന് പറയുന്ന പേരാണ് പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ. നെക്സ്റ്റ് ICD-11 വരുമ്പോൾ ഉണ്ടാകുന്ന ചാപ്റ്ററൈസേഷൻ്റെ ഡിഫറൻസസ് എന്തൊക്കെയാണ്. ഇത് കുറേ ചാപ്റ്റർ മാറ്റിയിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എടുത്ത് പറയുന്നത്. ICD-10, ICD-11. ICD-10 ആദ്യത്തെ ചാപ്റ്ററാണ് ഓർഗാനിക് ഇൻക്ലൂഡിങ് സിംറ്റമാറ്റിക് ആൻഡ് മെൻ്റൽ ഡിസോർഡേഴ്സ്. ഓർഗാനിക് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് എന്നാണ് ഇതിന് ആദ്യം ICD-10 പറഞ്ഞിരിക്കുന്നത്. ഇത്തവണ അത് പേര് മാറ്റിയിട്ട് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ് എന്നാക്കിയിട്ടുണ്ട്. അപ്പം ഓർഗാനിക് ഡിസോർഡേഴ്സിൻ്റെ പുതിയ പേരെന്താണ്, ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്. ഓർഗാനിക് ഡിസോർഡേഴ്സിൻ്റെ പുതിയ പേരെന്താണ്, ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡേഴ്സ്. അടുത്തത് മെൻ്റൽ റിട്ടാർഡേഷൻ എന്നാണ് നമ്മൾ ICD-10 പറയുക. ICD-10 എന്താ നമ്മൾ പറയുക, മെൻ്റൽ റിട്ടാർഡേഷൻ. ഇപ്പം എന്താ അതിൻ്റെ പേര്, ഡിസോർഡേഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഡിസോർഡേഴ്സ് ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇപ്പം ഇനി ആരും മെൻ്റൽ റിട്ടാർഡേഷൻ, കുട്ടി MR ആണ് എന്ന് പറയേണ്ട കാര്യമില്ല. കുട്ടിക്ക് എന്താണ്, ഡിസോർഡർ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആണ് ഇപ്പോൾ കുട്ടിക്ക് ഉള്ളത്. ഓക്കെ, അടുത്തത് ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. നമ്മൾ ഓട്ടിസം, അങ്ങനെ സെറിബ്രൽ പാൾസി പോലുള്ള അസുഖങ്ങൾ പറയുന്ന ഭാഗമാണ് ഡിസോർഡേഴ്സ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ അറിയപ്പെടുന്ന എന്താണ്, ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, ഒരു ഹിസ്റ്ററി പഠിച്ചു അല്ലേ, ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് നമ്മൾ ഹിപ്പോക്രൈറ്റിസ് തുടങ്ങിയിട്ട് ഇപ്പോൾ വരുന്ന ICD-11 DSM-5 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന എഡിഷൻ ICD-11 ആണ്. ICD-10 മാറി 11 ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ICD-11 നമ്മൾ വന്നിട്ടുള്ള കുറേ ഡയഗ്നോസിസുകൾ, പിന്നെ നമ്മളെന്താ പറഞ്ഞത്, പുതിയ ചാപ്റ്ററുകൾക്ക് വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്ററിൻ്റെ നെയിംസുമാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, ഒരു ചോദ്യം ഇട്ടിട്ടുണ്ട്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ആർ ആസ് മാനിയൻ ഹിസ്റ്റോറിയ ഈസ് ഗിവൺ ബൈ ആരാണെന്നുള്ളത്. ഓപ്ഷൻസ് ഞാൻ APA, സിഗ്മണ്ട് ഫ്രോയിഡ്, ബ്ലൂലർ, ഹിപ്പോക്രാറ്റസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആൻസർ ഹിപ്പോക്രാറ്റസ് ആണ്. ഓക്കെ, താങ്ക് യു.